ദൈനംദിന ജീവിതത്തിൽ നമ്മളിൽ പലരും കാറും ബൈക്കും മറ്റും ഓടിക്കുന്നവരാണ്. എന്നാൽ ഇക്കാലത്തെല്ലാം ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇറക്കുന്നതിന് നമ്മൾ ഇൻഷുർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്ന രീതിയിൽ ഇൻഷുറൻസുകൾ എടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും ഇൻഷുറൻസ് എന്നുള്ളത് അത് എൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതശേഷത്തിന് എനിക്ക് എൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു അസറ്റാണ് എന്ന് പറയുന്നവരുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഭാഗം ഇൻഷുറൻസിനുണ്ട് എന്നിരിക്കെ തന്നെ ഇൻഷുറൻസ് എന്താണ്, ഇതിനെ കർമ്മശാസ്ത്രപരമായിട്ട് ഇതിനെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രതീക്ഷിക്കാതെ വരുന്ന നഷ്ടങ്ങൾ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് തീർക്കാനാവാത്ത വലിയ സാമ്പത്തിക പ്രശ്നം, ഇതിനെ തരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു കരാറാണ് ഇൻഷുറൻസ് എന്നുള്ളത്. ഈ ഇൻഷുറൻസിനെ നമുക്ക് രണ്ടായി തന്നെ തരംതിരിക്കാൻ പറ്റും. ഒന്ന്, അദ്ദേഹത്തിന്റെ ലൈഫ് ഇൻഷുറൻസും അതുപോലെ ജനറൽ ഇൻഷുറൻസും. നമ്മുടെ കാറ്, ബൈക്ക് പോലത്തെ ഈ ജനറൽ ഇൻഷുറൻസിലാണ് ഉൾപ്പെടുക. ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ഈ ഇൻഷുററുടെ ജീവൻ കൊടുത്തിട്ടുള്ളതാണ്. അഥവാ രണ്ടു നിലക്ക് അതിന് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, എൻഡവേർഡ് ഇൻഷുറൻസ് എന്നും പറയാം, ഗോൾഡ് ലൈഫ് ഇൻഷുറൻസ് എന്നും അതിനെ പറയാൻ പറ്റും. എൻഡവർമെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ 40-ാം വയസ്സ് വരെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാ നഷ്ടങ്ങളും, എന്നെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ എൻ്റെ ഇൻഷുർ കമ്പനി തീർക്കും എന്നുള്ള ഒരു കരാറിന് ഞാൻ ഒപ്പു നൽകുന്നു. അങ്ങനെ ഒരു പക്ഷേ ഈ 40 വയസ്സിന്റെ ഉള്ളിൽ മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തിലാണോ ഞാൻ ഇൻഷുർ എടുത്തിട്ടുള്ളത് അതിന് നഷ്ടം വരികയാണെങ്കിൽ, എൻ്റെ ഇൻഷുർ കമ്പനി അതിനെ നികത്തും എന്നുള്ള വിശ്വാസത്തോടാണ് ഇൻഷുർ എടുക്കുക. അതിന്റെ ഉള്ളിൽ ഈ 40 വയസ്സിന്റെ ഉള്ളിൽ മരിക്കുകയാണെങ്കിൽ ഇത് എൻ്റെ നോമിനിക്ക് ലഭിക്കും, ഇത് ഈ ഇൻഷുർ ക്യാഷ് ലഭിക്കും. എന്നാൽ 40 വയസ്സിന് ശേഷം ഞാൻ 40 വയസ്സ് കഴിഞ്ഞ് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുർ ക്യാഷ് എനിക്ക് തിരിച്ചു തന്നെ വാങ്ങാവുന്നതാണ്. എന്നാൽ ഗോൾഡ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ ഇൻഷുറർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, എന്നാൽ തന്റെ നോമിനിക്ക് മാത്രം കിട്ടുന്ന ഇൻഷുറിനെയാണ് ഗോൾഡ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. ഈ ജനറൽ ഇൻഷുറൻസിൽ, രണ്ടാമത്തെ രീതിയായിട്ടുള്ള ജനറൽ ഇൻഷുറൻസിൽ നമുക്ക് അതിനെ ആക്സിഡന്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ് എന്നെല്ലാം തരംതിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഇൻഷുറൻസുകളെ ഫിഖി മസലകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആദ്യമായി ഇൻഷുറൻസിൽ നടക്കുന്നത് ഒരു മുൻകരുതലാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പിന്നീട് ഉണ്ടാകുന്ന ഒരു നഷ്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുൻകരുതലായിട്ട് നടപടി സ്വീകരിക്കുകയാണല്ലോ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ ഇസ്ലാമികളിൽ മുൻ ചരിത്രങ്ങളിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു സ്വഹാബി തന്റെ ഒട്ടകത്തെ കെട്ടടിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കെട്ടിയിട്ടിട്ട് ശേഷം തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ അല്ല ഇൻഷുറൻസ് ഒരു പ്രശ്നമായി നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ കടന്നു വരുന്നത്. മറിച്ച് അതിൽ ഇൻഷുറൻസുകളിൽ പലിശ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, റിബവി വസ്തുക്കൾ, പ്രധാനമായും സ്വർണം, വെള്ളി തുടങ്ങിയ വസ്തുക്കളുടെയൊക്കെ ഇടപാടിലാണല്ലോ. ഇടപാട് വെച്ച് നടത്തുമ്പോൾ പ്രധാനമായും 3 ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട്. ഹുലൂല്, അവധി നിശ്ചയിക്കാൻ പാടില്ല. തകാഫുൽ അഥവാ സഭ പിരിയും മുമ്പ് കൈമാറ്റം നടന്നിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് മുമാസില്, തുല്യത്തിന് പകരം തുല്യമായി ഇടപാട് നടത്തുക. എന്നിങ്ങനെ 3 ഷർത്ത് റിബവി ഇടപാടുകൾക്ക് വെക്കുന്നുണ്ട്. ഈ 3 ഷർത്ത് ലംഘിക്കപ്പെടുന്നതോടുകൂടെ ഇത്
റിബൽ ഫദ്ൽ, റിബൻ നസിയ, റിബൽ യദി എന്നിങ്ങനെയുള്ള പലിശയായിട്ട് മാറും. എന്നാൽ ഈ ഇൻഷുറൻസിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ പണം ഇടപാട് നടത്തുകയാണ്. ഈ റിബവി വസ്തുക്കളിൽ സ്വർണത്തിന് സമാനമാണ് എന്ന് പണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പണം ഇടപാട് നടത്തുന്നത് കച്ചവടമാണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ മുഹനിയില് 2-ാം വാല്യത്തിൽ പറയുന്നുണ്ട് അഖ്ദുൻ യതളമ്മനു മുഖാബിലത്തു മാലിൻ ബിമാൽ എന്ന്. അഥവാ പണത്തിന് പകരം പണം കൈമാറുക എന്നുള്ളത് കച്ചവടത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ഇൻഷുർ ഇടപാടുകളിലും ഈ 3 ഷർത്തുകൾ പരിഗണിക്കപ്പെടണം എന്ന് സാരം. എന്നാൽ ഇൻഷുറൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 20,000 രൂപക്ക് ഞാൻ ഇൻഷുർ എടുക്കുകയാണ്. ഞാൻ മാസം 50 രൂപ അടക്കുമെന്നാണ് കരാറ്. 50 രൂപ അടച്ചടച്ച് ഒരു 20 പ്രാവശ്യം ഞാൻ 50 രൂപ അടച്ചു. അഥവാ 1000 രൂപ വരെ കമ്പനിക്ക് ഞാൻ അടച്ചു കഴിഞ്ഞു. ഈ സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിന് അപകടം സംഭവിച്ചു. എന്നാൽ ആ സമയത്ത് ആ 20,000 രൂപ എനിക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 19,000 രൂപ ഒരു അധിക പൈസയായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 1000 രൂപ മാത്രമേ നമ്മൾ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ പറയപ്പെട്ട പ്രകാരമുള്ള ഷർത്തുകളിൽ തകാഫുൽ, മുമാസിൽ ഇത് രണ്ടും ലംഘിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പലിശ സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പല ഇൻഷുറുകളും നമ്മളെ ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളോട് യോജിച്ചു വരുന്നില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ പുതിയ കാലത്തുള്ള ഈ ശബ്ദ ഇൻഷുർ ചെയ്യുക, അതുപോലെ നാവ് ഇൻഷുർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ പ്രൊഫഷണൽ കോഫി ടേസ്റ്റ് നോക്കുന്നവർ, അതുപോലെ പ്രൊഫഷണൽ ഷെഫുമാര്, അതുപോലെ പ്രൊഫഷണൽ മോട്ടിവേറ്റഡ് സ്പീക്കേഴ്സ്, ഇവരെല്ലാം അവരുടെ ശബ്ദവും അവരുടെ നാവുമെല്ലാം ഇൻഷുർ ചെയ്യാറുണ്ട്. അതും ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അതെ, ഇപ്പൊ പറയപ്പെട്ട ഷർത്തുകൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അതിനെയും ഇസ്ലാം നിഷിദ്ധമാക്കുന്ന കച്ചവടങ്ങൾ അതിൽ ഉൾപ്പെടും എന്ന് പറയാം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഡോക്ടർമാർക്കിടയിലുള്ള ഒരു ഇൻഷുർ രൂപമാണ് IAM എന്നുള്ളത്. അതിന് 2 രീതിയിലുണ്ട്. അഥവാ ഒന്ന്, ഇപ്പോൾ ഒരു ഡോക്ടറുടെ അശ്രദ്ധ മൂലം തന്റെ രോഗിക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ആ രോഗിക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഈ IAM-ൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ഡോക്ടർമാരുടെ നിന്നും ശമ്പളത്തിന്റെ ചെറിയൊരു ശതമാനം, ഇപ്പോൾ ഉദാഹരണത്തിന് 10% അങ്ങനെ കൊടുത്തുകൊണ്ട് ഈ ഒരു നഷ്ടപരിഹാരം നീക്കാറുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒന്നാണ് ഈ പ്രൊഫഷണൽ ഏതെങ്കിലും ഈ IAM-ൽ അംഗങ്ങളായിട്ടുള്ള ഏതെങ്കിലും ഡോക്ടർമാർ ആരെങ്കിലും മരിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ഒരു ഇൻഷുർ പോലെ അല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്നുള്ളത് പോലെ കൊടുക്കാറുണ്ട്. അത് ഇതിൽ പെടുമോ? IAM എന്നല്ല, പൊതുവെ നമ്മൾ ഈ പലിശ വരുന്ന ഷർത്തുകൾ നമ്മൾ പറഞ്ഞു കൂട്ടത്തിൽ അത് റെഡി ഒത്താൽ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം ഇടപാടുകളിൽ. ഇവിടെ ഒരു വഞ്ചന വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധിക ഇൻഷുറൻസുകളിൽ വഞ്ചന സംഭവിക്കുന്നുണ്ട്. ഷർഹുൽ മുഹദ്ദിബ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിനാണ് ഈ വഞ്ചന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഖുർആനിൽ പറയപ്പെടുന്ന, ഈ ഖുർആനിൽ ചൂതാട്ടത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബ് എന്ന് തുടങ്ങി അതിൽ ഫജ്തനിബു എന്ന ഈ മൈസറിനെ ഖുർആൻ വെടിയാൻ കൽപ്പിക്കുന്നുണ്ട്. ഈ സംഭവം മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ 4-ാം വാല്യത്തിൽ ഈ ഖുറർ എന്നുള്ളത് ഈ ഖുർആൻ പരാമർശിക്കപ്പെട്ട ചൂതാട്ടത്തിൽ പെടുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഖുറർ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഇടപാട് ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായിട്ട് ശരിയാകുന്നില്ല. ഈ ഇൻഷുറൻസിൽ അധിക ഇൻഷുറൻസിലും ഖുറർ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു വസ്തു ഇൻഷുർ ചെയ്യുന്നു. അങ്ങനെ ഈ നിശ്ചിത കാലത്തിന് സമയത്ത് ഈ വസ്തുവിന് ഒരു കേടുപാടുകളും ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ നൽകിയ പൈസ തിരിച്ചു കിട്ടുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് പൈസ അടച്ച ആ വസ്തുവിന് അപകടം സംഭവിച്ചാൽ അദ്ദേഹത്തിന് ആ പൈസ മാത്രമല്ല തിരിച്ചു ലഭിക്കുന്നത്, അതിന് പുറമെ നഷ്ടപരിഹാരം അയച്ച് കൂടുതൽ എക്സ്ട്രാ പൈസ ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 2 രൂപത്തിലും ഒന്നുകിൽ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നതിന് പുറമെ. ഇത്തരം നഷ്ടം സംഭവിക്കുന്ന ഇടപാടുകളൊക്കെ ഇസ്ലാമിൽ കർമ്മശാസ്ത്രപരമായിട്ട്
ഇസ്ലാം യോജിച്ച ഷർത്തുകളോട് ഒക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഫാമിലിക്ക് തന്നെ അല്ല അതിന്റെ കുടുംബനാഥന് വല്ലതും സംഭവിച്ചാല് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടാവുക. ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ഇത്രയും കാലം പ്രീമിയം അടച്ചുകൊണ്ടിരുന്ന ഇൻഷുറുകൾ വലിയ ഇതിൽ സഹായിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ അനുവദിച്ചുകൂടെ? അതെ, ഈ ഫിഖ്ഹ് പണ്ഡിതന്മാര് ഫുഖഹാക്കളൊക്കെ അത്രയും ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്തിട്ടാണ് അതിന്റെ ഫത്വ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിധി പറയുന്നത്. പ്രധാനമായിട്ട് ഈ മസ്ലഹത്തൊക്കെ പറയുമ്പോൾ ഒരാളെ മസ്ലഹത്തല്ല പരിഗണിക്കുക, ഒരു സമൂഹത്തിന്റെ മസ്ലഹത്താണല്ലോ. അത്തരത്തിൽ ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന കച്ചവടങ്ങൾ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അനുവദിക്കപ്പെടണം എന്ന് കൊള്ളണമെന്നില്ല. ഖുർആനിൽ തന്നെ ഹംറിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് ഉപകാരവും ഉപദ്രവത്തെ പറ്റി കള്ളിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്നിട്ടും സൂറത്തുൽ മാഇദയിൽ ഫജ്തനിബൂഹു ലഅല്ലക്കും എന്ന് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോ എന്നാൽ ഇങ്ങനെ പറ്റും, ഇനി ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും, അഥവാ ഇതുപോലൊരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, അഥവാ ആരെങ്കിലും ബിസിനസ്സിൽ നഷ്ടം വരികയോ അങ്ങനത്തെ വലിയ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ബെനിഫിറ്റ് വരുന്ന രീതിയിലുള്ള ബദൽ സംവിധാനം കണ്ടെത്താൻ കഴിയുമോ? തീർച്ചയായും. ഇപ്പോ ഇന്ത്യ പോലത്തെ നമ്മുടെ ഇസ്ലാമികരമല്ലാത്ത രാജ്യത്തെ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ പലിശ ഇടപാടുകളോ മറ്റോ തട്ടാതെ തന്നെ ഒരു കമ്പനി ആരംഭിക്കുക, കൃത്യമായ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുക, അതേ കൃത്യ പൈസ തന്നെ അപകടം സംഭവിക്കുമ്പോൾ തിരിച്ചേൽപ്പിക്കുക. അതുപോലെ തന്നെ ഈ വഞ്ചനയില്ലാത്ത രൂപത്തിൽ നാശനഷ്ടങ്ങളിൽ രണ്ടുപേരും പങ്കാളിയാവുക. കമ്പനിക്ക് വരുന്ന നഷ്ടം ഇതിൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന കമ്പനിക്കും രണ്ടാളും പങ്കാളിയാകുന്ന രൂപത്തിൽ ഇത്തരത്തിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ തന്നെ നടത്താവുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് എന്നുള്ളത് അത്ര നിർബന്ധ പ്രകാരം ചെയ്യേണ്ടതായ കാര്യമൊന്നും അല്ല എന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഒരു രാജ്യത്തിന്റെ നിർബന്ധ നിയമം എന്ന അർത്ഥത്തിലൊക്കെ നാം ഇൻഷുറൻസിൽ അംഗമാകേണ്ടി വന്നേക്കാം. പ്രധാനമായിട്ട് നമ്മളൊക്കെ ഇന്ന് നമ്മുടെ വാഹനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യാറുണ്ട്. ഇത്തരം നിർബന്ധ സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് നമുക്ക് എടുക്കാമെങ്കിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയോ നിർബന്ധപ്രകാരമുള്ള കാര്യങ്ങളായി ചിത്രീകരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തി മസാല ചർച്ചകൾ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.